ഉള്ളത് പട്ടായയിലാണ്, തായ്ലാൻഡ്. ഇനി ഇവിടുന്ന് നമ്മൾ ബാങ്കോക്ക് പോവാണ്. നമ്മൾ ബസ് വഴിയാണ് പോകുന്നത്. ഇനി നമ്മൾ ഇവിടുന്ന് ടാക്സിയിൽ ബസ് സ്റ്റേഷനിൽ പോയി അവിടുന്ന് ബസ് പിടിച്ച് ബാങ്കോക്ക് പോയിട്ട് കാണാം. ഇവിടെ എല്ലായിടത്തും ഇങ്ങനെ വെൻഡിങ് മെഷീൻസ് കാണും. ഈ വെൻഡിങ് മെഷീൻസിൽ നമുക്ക് ഡ്രിങ്ക്സ്, അത്യാവശ്യം വേണ്ട കുടിക്കാനുള്ള വെള്ളം, ഒരു വെൻഡിങ് മെഷീൻ അനുസരിച്ചിരിക്കും. ഇത് ഫ്രഷ് ആൻഡ് കോൾഡാണ്. ഇത് കാണുന്നത് ഒരു കോഫി എടുക്കുന്ന മെഷീനാണ്. നമുക്ക് പലതരത്തിലുള്ള കോഫി കിട്ടും, അതാണ്. പിന്നെ എല്ലാം ഭയങ്കര ക്ലീൻ ആൻഡ് നീറ്റ് സിറ്റി. ഇത്രയും ഫോറിനേഴ്സ്, ഇത്രയും പല പല കൺട്രീസുള്ള ആൾക്കാർ വന്നിട്ടും എല്ലാം ക്ലീൻ ആൻഡ് നീറ്റാണ്. എപ്പോഴും ക്ലീൻ ആക്കിക്കൊണ്ടേയിരിക്കും. പിന്നെ ഫുഡ്സൊക്കെ ഇങ്ങനെ ട്രോളീസിൽ കൊണ്ടുപോകും. സോ നമുക്ക് വേണ്ടത് അപ്പോൾ തന്നെ മേടിക്കാം. ഫുഡും കാര്യങ്ങളും ഒക്കെ അഫോർഡബിളാണ്. പക്ഷേ ടൂറിസ്റ്റ് ഐറ്റംസ് ഒക്കെ കുറച്ച് ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ കുറച്ച് എക്സ്പെൻസീവായിട്ട് തോന്നും. ഇനി ഇവിടുന്ന് ബാങ്കോക്കിൽ പോയിട്ട് കാണാം. പട്ടായ പോലെയാണോ ബാങ്കോക്ക് അതൊന്നും അറിയില്ല. അവിടെ ചെന്നിട്ട് കാണാം. ബൈ. ബസ് സ്റ്റേഷനിൽ വന്ന് നമ്മൾ ലഗേജൊക്കെ വെച്ചതിന് ശേഷം ഷാസിക്ക പോയി ടിക്കറ്റൊക്കെ എടുത്തു. തൊട്ടടുത്ത് ഒരു 7-Eleven ഉണ്ടായിരുന്നു. അവിടുന്ന് കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ചു ബസ്സിൽ നിന്ന് കഴിക്കാൻ വേണ്ടി. അങ്ങനെ ബസ്സിനകത്ത് ലഗേജസൊക്കെ കയറ്റി വെച്ചപ്പോഴാണ് ഷാസിക്ക പറഞ്ഞ ഇതിൽ ബാത്റൂം ഉണ്ടെന്ന്. അത് ജസ്റ്റ് കാണിക്കുകയാണ്. അതിനുശേഷം പിന്നെ നമ്മൾ കുറച്ച് വണ്ടി മൂവ് ആവാൻ തുടങ്ങിയപ്പോഴത്തേക്കും സ്നാക്സൊക്കെ കഴിച്ചു. ഇതൊരു സ്ക്വിഡിൻ്റെ ബ്രെഡായിരുന്നു. സ്ക്വിഡും ബ്രെഡും ചീസും ഒക്കെ വെച്ചിട്ട് നല്ല സോഫ്റ്റായിരുന്നു. കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരുന്നു. ചെറുതായിട്ട് ഇങ്ങനെ സ്ക്വിഡിൻ്റെ ഒരു കുത്ത് നിൽക്കുന്ന പോലെ ഉണ്ട്. അല്ലാണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് തോന്നി. എനിക്കിഷ്ടപ്പെട്ടു. സീ ഫുഡ് ലവേഴ്സിനൊക്കെ ഇഷ്ടപ്പെടും. പിന്നെ ഹൈസാബി ഒരു ചെറിയ മയക്കത്തിലൊക്കെ ആയി തുടങ്ങിയിരിക്കുകയായിരുന്നു. ഷാസിക്കയ്ക്ക് സ്ക്വിഡിൻ്റെ ആ ഒരു മണം ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഈ ബ്രെഡാണ് കഴിച്ചത്. പിന്നെ കുറച്ച് നേരം കൂടെ പോയി കഴിഞ്ഞപ്പോൾ വേറെയും കുറച്ച് സ്നാക്സും ഡ്രിങ്ക്സും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതും കഴിച്ചു. അത് ഇവിടുത്തേലും നമുക്ക് ഡിഫറെൻ്റായിട്ട് എനിക്ക് തോന്നിയത് ഈ ഫാബിൻ്റെ നല്ല ബിസ്ക്കറ്റായിട്ട് തോന്നി. പിന്നെ വിറ്റാമിൻ സിയുടെ ഡ്രിങ്ക്, ഇങ്ങനെ ഓരോ സപ്ലിമെൻ്റഡ് ഡ്രിങ്ക്സൊക്കെ ഇങ്ങനെ കുപ്പിയിലും സാഷെ പാക്കറ്റ്സിലൊക്കെ കിട്ടും. അത് ഭയങ്കര നല്ലതായിട്ട് എനിക്ക് തോന്നി. അതൊക്കെ വാങ്ങിച്ച് ഞാൻ ഷാസിക്കയും കുടിച്ചു. പിന്നെ ഇവിടുന്ന് നമ്മൾ ബാങ്കോക്ക് എത്തി. ബാങ്കോക്കിലെ ബസ് സ്റ്റേഷനിലിരുന്ന് റൂംസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഷാസിക്ക. ഏതെങ്കിലും ഒരു റൂം അഫോർഡബിൾ റേറ്റിൽ നോക്കി ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ളൊരു സ്പോട്ടൊന്ന് പോകാനും വരാനും എല്ലാം മെട്രോയൊക്കെ അടുത്തുള്ളിടത്ത്. അപ്പോൾ ആ സമയത്ത് ഐസാബിക്ക് ഭയങ്കര ചൂടാന്ന് പറഞ്ഞിട്ട് ഫാനൊക്കെ പിടിച്ച് അവിടെ ഇരിക്കുകയാണ്. കുറേ നോക്കിയിട്ടും ഒന്നും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കാര്യം ഒന്നും നമ്മുടെ വിചാരിക്കുന്ന പ്ലേസിൽ കിട്ടില്ല. ഒന്നെങ്കിൽ പ്രൈസ് കൂടുതൽ, ലാസ്റ്റ് മിനിറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഉള്ള കുറേ പ്രശ്നങ്ങൾ. അങ്ങനെ പിന്നെ അവസാനം നമുക്ക് വിശന്നപ്പോൾ ഹൈസാബിയും ഞാനും ഷാസിക്കയും ഈ ബാഗും എല്ലാം ആയിട്ട് എസ്കലേറ്ററിൽ കയറി ഒരു മെട്രോയുടെ സ്കൈ വോക്ക് എന്നാണ്, ഓരോ മോളിൽ നിന്നും അടുത്ത മോളിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്കൈ വോക്ക് വഴി ബന്ധപ്പെടുത്തിയേക്കുക മെട്രോ സ്റ്റേഷനിൽ നിന്ന്. അങ്ങനെ മെട്രോ സ്റ്റേഷനിൽ കയറി വേറൊരു മോളിൽ പോയി നമ്മൾ റൂം എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്പോട്ടിൻ്റെ അടുത്തുള്ള ഒരു മോളിൽ പോയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. അത് ഭയങ്കര ഒരു ഹൈ എൻഡ് പ്രീമിയം മോൾ പോലെയാണ് എനിക്ക് തോന്നിയത്. ഭയങ്കര ലക്ഷറിയസ് ബ്രാൻഡ്സ് ഒക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് കയറി ഫുഡ് കഴിച്ചു. അപ്പോൾ നമ്മുടെ ഈ ബാഗ് എല്ലാം കണ്ടപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഡയറക്റ്റ് പോയത് റൂമിലോട്ടാണ്. പിന്നെ നമ്മളുടെ റൂമിൻ്റെ ആ ഭാഗമൊന്നും കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാര്യം പട്ടായ പോലെ അല്ലായിരുന്നു ബാങ്കോക്ക്. ആ ഏരിയയിൽ കുറച്ചിങ്ങനെ മസാജിങ് സെൻറ്റേഴ്സ് ഒക്കെ, അപ്പോൾ ഇങ്ങനെ കുറച്ച് ട്രാൻസ്ജെൻഡേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അവർ വീഡിയോസും ഫോട്ടോസ് എടുക്കുന്നതൊന്നും അവർക്ക് ഇഷ്ടമല്ല. അപ്പോൾ അത് കാരണം നമ്മൾ ക്യാമറ ഒന്നും ആ ഭാഗത്ത് പോകുമ്പോൾ എടുക്കില്ല. അങ്ങനെ നമ്മൾ ഇരുന്ന അതേ മോളിൽ നിന്ന് തന്നെ ഡയറക്റ്റ് മെട്രോയിലേക്ക് എൻട്രി ഉണ്ട്. അവിടുന്ന് നമ്മൾ മെട്രോ സ്റ്റേഷനിൽ
ടിക്കറ്റും പാസും ഒക്കെ എടുത്ത് മെട്രോയിൽ കയറി നമ്മൾ പോകേണ്ട ഹോട്ടലിൻ്റെ അടുത്തെത്തി. നമ്മുടെ നാട്ടിൽ ഇതുപോലെ എല്ലാ സിറ്റീസും കണക്ട് ചെയ്യുന്ന മെട്രോസ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. എനിക്ക് ഭയങ്കര കൊതിയായിപ്പോയി നമ്മുടെ നാട്ടിൽ ഇതുപോലെ മെട്രോസ് വരാൻ വേണ്ടിയിട്ട്. ഞാൻ കാണിച്ച 7-Eleven പോലെ തന്നെ വേറെ ഒരു കൺവീനിയൻസ് സ്റ്റോറാണ് ലോസൺ. അങ്ങനെ മെട്രോയിൽ നിന്ന് ഇറങ്ങിയതും ഡയറക്റ്റ് ആ ഒരു സ്റ്റോർ കണ്ടു. ജസ്റ്റ് ഇങ്ങനെ വെളിയിൽ നിന്ന് വീഡിയോ എടുത്തിട്ട് നമ്മൾ നടന്നു പോയി. ഇതാണ് നമ്മുടെ ഹോട്ടലിൻ്റെ ലോബി മാത്രമേ കാണിക്കാൻ ഇപ്പോൾ പറ്റുള്ളൂ. കാര്യം വെളിഭാഗവും അങ്ങനെയൊന്നും കാണിച്ചാൽ കുറേ പേരിങ്ങനെ ഉള്ളപ്പോൾ അവർ എങ്ങനെയാണ് നമ്മുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നതെന്ന് അറിയില്ല. പിന്നെ കുറേ ക്യൂട്ട് സാധനങ്ങളൊക്കെ ഇരുന്നു. നമ്മൾ പട്ടായയിൽ ഒരു താമസിച്ചിരുന്നത് ഭയങ്കര കാം ആൻഡ് ക്വയറ്റായിട്ടും പാർട്ടിയുള്ള സ്ഥലമുണ്ട്, സിറ്റിയുള്ള സ്ഥലമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇത് ഫുൾ സിറ്റി മാത്രം ഇങ്ങനെ ഭയങ്കര മെട്രോപൊളിറ്റൻ സിറ്റി പോലെ കാറും വണ്ടിയും പോകുന്ന സൗണ്ടും ബഹളവും എപ്പോഴും ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ ഒരു സ്ഥലത്ത് മാത്രം നമ്മൾ നിന്നുകൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ. എനിക്ക് ബിസി ലൈഫും ഇങ്ങനെ പോകുന്നതും വരുന്നതും ഷോപ്പിങ്ങൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ബാങ്കോക്ക് നല്ലൊരു ഓപ്ഷനായിട്ട് തോന്നി. കാര്യം ഇതിൻ്റെ ഒരു റോഡിലോട്ട് ഇറങ്ങി നിന്നാൽ തന്നെ നമ്മുടെ സമയം പോകുന്നതേ അറിയത്തില്ല. എല്ലാവരെയും നോക്കി ഇരുന്ന് നമ്മുടെ സമയം അങ്ങ് പൊയ്ക്കോളും. പക്ഷേ എല്ലാ സാധനത്തിനും പട്ടായേക്കാൾ കുറച്ച് എക്സ്പെൻസീവായിട്ട് തോന്നി ബാങ്കോക്ക്. പിന്നെ നമുക്ക് വിശന്നപ്പോൾ അടുത്തുള്ള ഒരു മാക്ഡൊണാൾഡ്സിൽ പോയി. നമ്മുടെ ഹോട്ടലിന് തൊട്ടടുത്താണ് ഈ മാക്ഡൊണാൾഡ്സ്. അപ്പോൾ അവിടെ കയറി ബർഗറും ഫ്രൈഡ് ചിക്കനും ഫ്രൈഡ് പെരി വിങ്സും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കഴിച്ചു. പിന്നെ അവിടെ ഇരുന്ന് കുറച്ച് നേരം കഴിച്ച് റിലാക്സ് ഒക്കെ ചെയ്ത് നാളത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ ബുക്ക് ചെയ്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം പയ്യെ നമ്മൾ നടന്ന് ആ സ്ട്രീറ്റിലൂടെ തന്നെ നമ്മുടെ റൂമിൽ പോയി. ഹൈസാബിക്ക് കിഡ്സ് മീൽ വാങ്ങിച്ചപ്പോൾ കുറേ ഗിഫ്റ്റ് അങ്ങനെ കിട്ടി, ബർഗറിൻ്റെയും ഒക്കെ. അതൊക്കെ എടുത്ത് വെച്ച് കളിക്കുന്ന സമയം കൊണ്ട് തന്നെ അവൾക്ക് കിട്ടിയ ബർഗർ ഞാൻ വല്ല വിധേനയും തീറ്റിച്ചു. പക്ഷേ അതിനകത്തുള്ള പാറ്റി മാറ്റിയിട്ട് മതിയെന്ന് പറഞ്ഞുള്ള ബഹളമാണത്. അങ്ങനെ ഹൈസാബിയും ഷയാസൊക്കെ ഞാനും കുറച്ച് നേരം സംസാരിച്ച് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് റൂമിൽ പോയി. നമ്മുടെ എല്ലാ വീഡിയോസും നിങ്ങൾ കാണുന്നുണ്ടോ, ഇഷ്ടപ്പെടുന്നുണ്ടോ, എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണോ, ഇതൊക്കെ ഉള്ളത് കമൻസിലൂടെ അറിയിക്കൂ. ഇനി അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ബൈ. ആൻഡ് പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു ബാങ്കോക്ക് വിശേഷമായിട്ട് കാണാം. അതുവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.